ദൈവം നമുക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുന്നത് ചില ദൈവിക അടയാളങ്ങളുടെ ഒരു ആരംഭമായിട്ടാണ്. മക്കതോനിക്കാരനായൊരു പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് വിളിക്കുന്ന ആ ദൈവശബ്ദമാണ് ഈ ദൈവമനുഷ്യനെയും ശീലാസിനെയും കൂടെ ഇങ്ങോട്ട് നയിച്ചത്, യൂറോപ്പിലോട്ട് നയിച്ചത്, ഫിലിപ്പിലേക്ക് നയിച്ചത്. അവിടുത്തെ ആദ്യത്തെ സഭ ലുദിയായുടെ വീട്ടിൽ ആരംഭിക്കുന്നു. വെളിച്ചപ്പാടത്തി വിടുവിക്കപ്പെടുന്നു. പക്ഷെ കണ്ട ആ മക്കതോനിക്കാരനായ പുരുഷൻ എന്തിയേ? പക്ഷെ ഈ ഒരു ദൈവപ്രവൃത്തി, ഈ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ പൗലോസിനൊരു കാര്യം പിടികിട്ടുക, ഈ കാരാഗ്രഹ പ്രമാണിയായിരിക്കും ആ മക്കതോനിക്കാരനായ പുരുഷൻ. ഉടനെ വാളൂരി തന്നെത്താൻ കൊല്ലാൻ ഭാവിക്കുമ്പോൾ പൗലോസ് പറയാം, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ആ വാക്യം ഞാൻ വായിച്ചേൽപ്പിക്കാം. 28-ാമത്തെ വാക്യം 16. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. സാധാരണ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് തടവുപുള്ളികളെല്ലാം ഓടിപ്പോവുക ചെയ്യുന്നത്, കിട്ടിയ അവസരമല്ലേ മുതലെടുക്കുക ചെയ്യുന്നത്. പക്ഷേ അവരാരും പോയില്ല. എന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹ കരവലയത്തിനകത്ത് അവരെല്ലാവരും സുരക്ഷിതരായി. അവനുറക്കെ പറയുക, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വന്നാട്ട്, ഇവിടേക്ക് വന്നാട്ട്. ഈ ദൈവപ്രവൃത്തിക്ക് കാരണമായത്, ഈ വാതിലുകൾ തുറക്കുന്നതിന് കാരണമായത്, ഈ വിടുതലുകളൊക്കെ നടക്കുന്നതിന് കാരണമായത് അവൻ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാ. അതാ ഞങ്ങൾ അനുഭവിക്കുന്ന ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായതുകൊണ്ട് ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറും. നടക്കും കേട്ടോ, നടക്കും. ജീസസ് ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഞാനത് വിശ്വസിക്കുക പ്രിയത്തെ, ഞാനത് വിശ്വസിക്കുക. ആ പ്രമാണി വെളിച്ചം ചോദിച്ചുകൊണ്ട് പൗലോസിൻ്റെ ശീലാസിന് മുമ്പിൽ വീണെന്നാണ് വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? അവരാരാധിച്ചപ്പോൾ, അവർ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മുഴുവനും ഒരു ദൈവികമായ വെളിച്ചം വ്യാപരിച്ചു. അകത്തെ തടവറയ്ക്കകത്ത് അവരെ ഇട്ട് പൂട്ടിയത്, പക്ഷേ അവരുടെ പ്രാർത്ഥന ആ തടവറയിലെ ഇരുട്ടിനെ മാറ്റുന്ന, കൊടും കുറ്റവാളികളുടെ ഹൃദയത്തിനകത്ത് ഇരുട്ടിനെ മാറ്റുന്ന അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ ചലനങ്ങളായി മാറി. നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരും, ഒരുത്തരും പോയില്ല. കൊടും കുറ്റവാളികളെ ആ കാരാഗ്രഹത്തിൻ്റെ സെല്ലുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അവരെ രൂപാന്തരപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ പൗലോസും ശീലാസും ആ കാരാഗ്രഹത്തിലെത്തപ്പെട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അവരെല്ലാവരും മാനസാന്തരപ്പെടുന്ന, രൂപാന്തരപ്പെടുന്ന ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് നയിച്ചെങ്കിൽ സുവിശേഷത്തിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരിടവുമില്ല, ഒരു വ്യക്തിയുമില്ല കേട്ടോ. യെസ്. അപ്പോൾ ഈ പൗലോസിനെ ശീലാസിനെ ആ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നോ? 100%. നിങ്ങളെപ്പോലും ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത ചില ഇടങ്ങളിലേക്ക് ചില സമയങ്ങളിൽ കടന്നു പോകേണ്ടി വന്നേക്കാം. അതേ പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കാത്ത ചില പാതകളിലൂടെ, നമ്മൾ വിചാരിക്കാത്ത ചില മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം എന്താ എന്നെ ജീവിതത്തിൽ ഇത് അനുവദിച്ചത്? എന്താ നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടല്ല, കുറ്റം ചെയ്തുകൊണ്ടല്ല. അവിടെ ഒരു ദൈവപ്രവർത്തിക്ക് നിങ്ങളവിടെ ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് ചെയ്യും. ആ ദൈവങ്ങൾ ഏൽപ്പിക്കാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇലവിനോടൊപ്പം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ലൈഫിൽ ഇന്ന് വരെ കാണാത്തൊരു രൂപാന്തരം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം.
പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.